Hello everyone and welcome back to our channel. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിരട്ട കൊണ്ടിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 ചിരട്ട എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുത്, അതിൻ്റെ ചെറുത് അങ്ങനെ 3 എണ്ണം. അപ്പോൾ അതിൽ നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം. ആദ്യത്തേൽ ഞാനൊരു പച്ച കളർ, പിന്നത്തേൽ നീല, പിന്നത്തേൽ ചുവപ്പ് റെഡും കൂടി, അങ്ങനെയാണ്. ചുവപ്പ് റെഡും അല്ലല്ല, ചുവപ്പ് ഓറഞ്ചും കൂടി, അത് രണ്ടും കൂടിയാണ് മിക്സ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് പച്ച അടിക്കാം. പച്ച അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രഷ് വെച്ചിട്ട് പരമാവധി അടിക്കാതിരിക്കാൻ നോക്കുക. കാരണം കൊണ്ടല്ല, നമ്മൾ കുറേ നേരം എടുക്കണം, എന്നാൽ അടിച്ച് തീരത്തുമില്ല. അപ്പോൾ നമ്മൾ സ്പോഞ്ചാണ് എടുക്കണമെങ്കിൽ പെട്ടെന്ന് അടിച്ച് തീരും. പെട്ടെന്ന് അടിച്ചിട്ട് അതിന് നേരം വേണ്ട. ബ്രഷാണെങ്കിൽ എല്ലായിടത്തും ആകെയില്ല, നല്ല വൃത്തികേടായിട്ടിരിക്കുന്നു. സ്പോഞ്ച് വെച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പച്ച അടിച്ച് കഴിഞ്ഞ്, പിന്നെ നമ്മൾ നീല അടിച്ച് കഴിഞ്ഞ്, പിന്നെ നമ്മൾ ചുവപ്പ് ഓറഞ്ചും അടിച്ച് കഴിഞ്ഞു. ഇനി ആ ചിരട്ടയിൽ തന്നെ താഴെ ഓറഞ്ചും മേളിൽ ചുവപ്പായിട്ടാണ് അടിച്ചേക്കുന്നത്. പിന്നെ ആ ഹോള് വിട്ടേക്കുക, നമ്മൾ കണ്ണൊട്ടിക്കുമ്പോൾ പൊക്കോളും. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആംഗ്രി ബേർഡാണ്. അപ്പോൾ ആംഗ്രി ബേർഡിന് 2 കണ്ണ് വേണം. അപ്പോൾ ആ 2 കണ്ണ് വരയ്ക്കാനാണ് ആദ്യം ഒരു ഓവൽ ഷേപ്പിൽ നമ്മൾ ആദ്യമേ വരച്ചെടുക്കാം. ഓവൽ ഷേപ്പിൽ വരച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു ചെറിയ മുട്ടയും കൂടി വരയ്ക്കണം. ആദ്യം വരച്ച നമ്മൾ വലിയ മുട്ടയാണ്, ഇനി അതിൻ്റെ ചെറിയ മുട്ട കൂടി വരയ്ക്കണം. കണ്ട ആ ഷേപ്പിൽ തന്നെ വരച്ചെടുക്കാം. പിന്നെ അതിൻ്റെ അകത്ത് ഒന്നുകൂടി വരയ്ക്കണം. കണ്ടോ? എന്നിട്ട് മാർക്കർ, ഒന്നെങ്കിൽ ബ്ലാക്ക് കളറിലെ മാർക്കർ എടുക്കാം, അല്ലെങ്കിൽ മാർക്കർ ഇല്ലെങ്കിൽ മറ്റേ ബ്ലാക്ക് കളറിലെ പേനയാണെങ്കിലും മതി. എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ആദ്യമേ വരച്ചല്ലോ പെൻസിൽ, അതൊന്ന് മായ്ച്ച് കളയാം. എന്നിട്ട് ഒരു നീല കളർ, ഒരു ബ്ലൂ കളറ് അക്രിലിക് പെയിൻ്റ് എടുത്തിട്ട്, ലൈറ്റ് ബ്ലൂ മതി, ഒരു സ്കൈ ബ്ലൂ കളർ അക്രിലിക് പെയിൻ്റാണ് ഞാൻ എടുത്തേക്കണം. എന്നിട്ട് ഒന്നെങ്കിൽ വെള്ളത്തിലൊടിച്ച് ഡൈല്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചുമ്മാ നമ്മുടെ ബ്രഷിൻ്റെ തുമ്പത്തൊരിച്ച് എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, ഒരു ചെറിയൊരു കളർ മാത്രം മതി. എന്നിട്ട് ആ സെയിം കളർ തന്നെ കണ്ണിൻ്റെ അകത്ത് കൊടുക്കണം. ആ സെയിം കളർ തന്നെ അതിൽ കൊടുക്കുക. എന്നിട്ട് നമ്മൾ മേളിൽ കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇച്ചിരി കൂടി ഡാർക്ക് ഷെയ്ഡ് എടുക്കും. അപ്പോൾ നീലയാണെങ്കിൽ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ബ്ലൂ കളറാണ്. ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് അതിൻ്റെ മേളിൽ കൊടുക്കുക. മേളിൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ആ താഴെയുള്ള കളറിനോട് ഒന്ന് സ്പ്രെഡും കൂടി ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ താഴത്തെ കളറും മേളിലത്തെ കളറും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ബ്രഷ് വെച്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ സ്പ്രെഡ് ആയിക്കോളും. ഇനി അകത്തായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. ബ്ലാക്ക് കളറ് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക. ഫുള്ള് വിടവ് ഗ്യാപ്പൊന്നും പാടില്ല കേട്ടോ, വെള്ള കളറൊന്നും കാണാൻ പാടില്ല, ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ബ്രഷ് പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാം, മാർക്കർ വെച്ചിട്ട് ഒന്നുകൂടി റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഫോട്ടോയൊക്കെ നോക്കുമ്പോഴത്തേക്കും കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ വെള്ള കുത്തുപോലെ ഉണ്ടാവുമല്ലോ പാട്, അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കണം. വെയിൽ കൊണ്ടിട്ടാണ് എന്താണെന്ന് അറിയാൻ പാടില്ല, അവിടെ ഇങ്ങനെ ഒരു വെള്ളക്കുത്തുണ്ടാവും. അപ്പോൾ നമ്മൾ ബ്രഷിൻ്റെ അറ്റം വെച്ച് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ഡോട്ട് പോലെ ഒരു വെള്ള കുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് മാർക്കർ വെച്ച് റൗണ്ട് ചെയ്ത് വരിക. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് കയറിയിട്ട് ചാനൽ പോയി ചെക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണം. ഇത് അച്ഛൻ്റെ കണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇത് അമ്മയുടെ കണ്ണാണ് കേട്ടോ, പച്ചക്കണ്ണ്. ഇനി മോനുണ്ട്, മോൻ ഭയങ്കര കലിപ്പനാണ്. കലിപ്പൻ്റെ കണ്ണത് ഇപ്പോൾ വരും, കണ്ട. ഇതാണ് കലിപ്പൻ്റെ കണ്ണ്, പിരിയനുണ്ട്. 3 കണ്ണ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ തലയിൽ തൂവലും പിന്നെ ആ സൈഡിൽ ചിറകും ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതുകൊണ്ട് തന്നെ ചെയ്യണത്. ചകിരിയുടെ അറ്റം കണ്ടിച്ചെടുക്കുക. എന്നിട്ട് ആ കൂർത്തിരിക്കുന്ന ഭാഗമില്ല, അതാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒന്നെങ്കിൽ പച്ച കളർ, നീല കളർ, ചുമല കളർ, അങ്ങനെ 3 അടിച്ചെടുക്കണം. ഞാൻ ആദ്യം തുമ്പത്ത് മാത്രമേ അടിച്ചുള്ളൂ, പിന്നെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഫുള്ളായിട്ട് അടിക്കണമായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പെയിൻറ്റിങ് ബ്രഷ് വെച്ചാണ് ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തത്. അപ്പോൾ ഇതേപോലെ അറ്റത്താക്കിയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ആക്കി ഫുള്ള് കളർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചുണ്ടിന് 3 സെൻറ്റിമീറ്റർ വീതിയുള്ളൊരു പേപ്പർ എടുക്കുക, നീളം നോക്കണ്ട. എന്നിട്ട് ഇതേപോലെ മടക്കിയിട്ട് അതിൻ്റെ അറ്റത്ത് ഇച്ചിരി പശ തേച്ച് കൊടുക്കണം. എന്നിട്ട് അത് ഒട്ടിക്കണം. ആ 2 പേപ്പർ മാത്രമേ ഒട്ടിക്കാൻ പാടുള്ളൂ, അപ്പുറം ഒട്ടിപ്പോകരുത്. കാര്യം ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കണം, കണ്ട. അപ്പോൾ ആ 2 ഭാഗം മാത്രം ഒട്ടിച്ചെടുക്കുക. പശ തേച്ചിന് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കുക. എന്നിട്ട് തിരിച്ച് വെച്ചും കണ്ടോ ഒന്ന് മടക്കി വെച്ചും ഇപ്പുറത്ത് ബാക്കി വരുന്നതിൽ ആ കോർണർ വരെ മതി, ബാക്കി വരുന്നത് കണ്ടിച്ച് കളയുക. എന്നിട്ട് അത് വീണ്ടും ഒന്നുകൂടി ഇപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കുക. എന്നിട്ട് അതിൻ്റെ കോർണറിലും ഇതേപോലെ പശ ഒട്ടിച്ച് കൊടുക്കണം.
ഒട്ടിപ്പോകരുത് കേട്ടാ, ഒട്ടിപ്പോവാതെ നോക്കിയിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. കാരണം ഞാൻ ഈ വശം ഒട്ടിച്ചപ്പോൾ ഒട്ടിയില്ല, പക്ഷേ ആദ്യം ഒട്ടിച്ച സാധനം ഒട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ ഞാൻ കത്രിക വെച്ചിട്ടാണ് അടർത്തിയെടുത്തത്. കണ്ടോ, ഇപ്പോൾ ഒരു വശം വിതർന്നിട്ടുള്ളൂ, മറ്റേതും കൂടി വിതർത്തി കഴിയുമ്പോഴത്തേക്കും എന്ത് ഇങ്ങനെ ഇട്ടു. കണ്ടോ, ഇങ്ങനെ കൂർത്തല്ലേ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് 3 ചുണ്ട് വേണം. മൂന്ന് പേരെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ 1 വലുതാണ്, ബാക്കി 2 ചെറുതാണ്. പിന്നെ കാലിന് ഇത്തിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇത്തിലെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ നിന്നോളുമല്ലോ അത്. അപ്പോൾ അതിന് ഇത്തിലെടുത്ത് ഒന്നുകിൽ കാലിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കുക ഇതിലുമേ, അല്ലെങ്കിൽ ഓറഞ്ച് കളർ ഫുള്ളായിട്ട് അടിച്ചെടുക്കാം. ഇത് ഞാനൊന്ന് വെറൈറ്റിക്ക് വേണ്ടി ചെയ്ത് നോക്കിയാണ്, പക്ഷേ അങ്ങോട്ട് ഒരു സുഖം തോന്നിയില്ല. ഫുള്ളായിട്ട് അടിക്കണം കേട്ടോ നല്ലത്. അപ്പോൾ ഫുള്ളായിട്ട് അടിച്ചാൽ മതി. ഫുള്ളായിട്ട് ഒരു ഓറഞ്ച് കളറ് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കാല റെഡിയാവും. ഇതേപോലെ ഇത്തിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് കപ്പലണ്ടി തോടോ എന്തെങ്കിലും വെച്ചിട്ട്, അല്ലെങ്കിൽ ക്ലേയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കാല് ശരിയാക്കി കൊടുക്കുക. ഞാനിവിടെ കക്കാത്തോടാണ് എടുത്തേക്കണത്. അപ്പം 3 സൈസിലുള്ളത്, ഒന്ന് വലുത്, അതിൻ്റെ ചെറുത് അങ്ങനെയാണ് എടുത്തേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. ഇതിപ്പോൾ നമ്മൾ ചിരട്ട മൊത്തം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ സാധനങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ബാക്കിയെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം ഇതാണ് മകൻ. അപ്പോൾ ഇവന് നമുക്ക് കണ്ണും മൂക്കൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യമേ കണ്ണൊട്ടിക്കുന്നു. ഗ്ലൂ ഗണ്ണായതുകൊണ്ട് പശ ഭയങ്കരമായിട്ടും വലിയുന്നുണ്ട്. ഭയങ്കര ആദ്യമേ ഒട്ടിച്ചപ്പോൾ പാടായിരുന്നു, ആദ്യമായിട്ട് ചെയ്യണത്. പിന്നെ ഒട്ടിക്കുമ്പോൾ ഓക്കെ ആവും കേട്ടോ. ആദ്യം ഒട്ടിക്കുമ്പോൾ നമുക്ക് കാലൊക്കെ ഒട്ടിക്കാനായിട്ട് ശരിയാവില്ല. പിന്നെ ഒട്ടിച്ച് വരുമ്പോൾ ഓക്കെ ആവും. അങ്ങനെ അവന് പിരിയനൊക്കെ ഒട്ടിച്ചു കൊടുത്തു. ഇനി കാലൊട്ടിക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരെ ഇങ്ങനെ ചിരട്ട നേരെ വെച്ചിട്ട് ഒട്ടിക്കരുത്. ആദ്യം നമ്മൾ ചിരട്ട നേരെ വെച്ചിട്ട് ആ ഇത്തിലിൻ്റെ ഒട്ടിക്കണം. നമ്മൾ ആ മൂലഭാഗമില്ലേ അവിടെ ഗ്ലൂ ഗണ്ണിൽ പശ തേച്ചിട്ട് നേരെ അങ്ങോട്ട് കുത്തി വെച്ചാൽ മതി. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് നേരെ നിൽക്കില്ല, താഴേക്ക് ഉരുണ്ട് മറിഞ്ഞ് വീഴും. അപ്പം എന്ത് ചെയ്യുക, ആദ്യം ചിരട്ട നേരെ കൈ കൊണ്ട് പിടിക്കാൻ, എന്നിട്ട് ഇത്തിലിമ്മേ പശ തേച്ചിട്ട് നേരെ അങ്ങോട്ട് ഒട്ടിച്ച് വെച്ചാൽ മതി. പിന്നെ അവന് മുടിയും പിന്നെ കൈയൊക്കെ നമുക്ക് ആ ചെയ്തെടുത്ത സാധനമില്ല, ചകിരി വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ അമ്മേനെ റെഡിയാക്കണേ. അമ്മക്കും സാധനമൊക്കെ വെച്ച് കൊടുത്ത്. അച്ഛനെ ഞാൻ കാണിക്കണില്ല, അച്ഛനെ ഞാൻ തന്നെയാണ്. കാര്യം എനിക്ക് ട്രൈപോഡ് പൊട്ടിപ്പോയി. അപ്പോൾ ഇത് തന്നെ ഭയങ്കര പാടായിരുന്നു എടുക്കാനായിട്ട്. ട്രൈപോഡ് ഉണ്ടാകുമ്പോൾ ഇച്ചിരി കൂടി പൊങ്ങിയിരിക്കുമല്ലോ. പക്ഷേ ഇതാ പാടായിപ്പോയി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടുണ്ട്, ഇവന്മാരുടെയൊക്കെ ഫോട്ടോ എടുക്കണ്ടേ. അപ്പോൾ ഇത് നമ്മൾ വീഡിയോ എടുക്കുന്ന സ്ഥലം. ഇത് നമ്മുടെ പുറത്തുള്ള സ്ഥലമാണ്. പുറത്ത് അതിന് പറയണ കല്ലുകെട്ടിൻ്റെ അവിടെ വെച്ചെടുത്താണ്. കണ്ട സുന്ദരന്മാരി നോക്കിക്കണുണ്ടില്ലേ കള്ളൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.